എല്ലാവർക്കും നമസ്കാരം. ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ മാക്രമേ വാൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു 6 ഇഞ്ച് നീളമുള്ള വുഡൻ ടവലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള മരക്കഷ്ണം വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. 3 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ട്വിസ്റ്റഡ് മാക്രമേ റോപ്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 36 ഇഞ്ച് നീളത്തിൽ 10 കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെ ഈ വുഡൻ ടവലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആദ്യത്തെ നോട്ട് അല്ലെങ്കിൽ ഈ കിറ്റിൻ്റെ പേര് എന്താണെന്ന് നോക്കാം. ലാർഗ് ഹെഡ് നോട്ട് എന്നാണ് ഈ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന നോട്ടിൻ്റെ പേര്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കോഡിനെ ഹാഫായിട്ട് മടക്കുന്നു. എന്നിട്ട് അതിൻ്റെ ലൂപ്പ് വരുന്ന ഭാഗം ഈ ടവലിന് മേലെ കൂടെ പുറകിലേക്കെടുത്ത് അതിന് താഴെ കൂടെ മുന്നോട്ട് വലിക്കുന്നു. എന്നിട്ട് ഇതിലൂടെ ഇതിൻ്റെ 2 വാൽ കഷ്ണങ്ങൾ പതുക്കെ അകത്തേക്ക് കയറ്റി താഴേക്ക് നീട്ടി വലിക്കുന്നു. ഈ നോട്ട് നല്ല ടൈറ്റായിട്ട് അവിടെ യഥാസ്ഥാനത്തിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടി ഒന്ന് കെട്ടൊന്ന് മുറുക്കാൻ നോക്കാം. ഇതുപോലെ ബാക്കിയുള്ള 9 കോഡ്സും ലാർഗ് ഹെഡ് നോട്ട് വഴി ഈ മരക്കഷ്ണത്തിലേക്ക് ചേർത്ത് വെക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളൊക്കെ നൂല് ഉപയോഗിച്ച് നെയ്തോ തുന്നിയോ മെഷീനറീസ് ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി നൂല് പിരിച്ചുണ്ടാക്കിയ കയറുകളിൽ ചില കെട്ടുകളും കുരുക്കുകളുമൊക്കെയായി തുണിത്തരങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും എല്ലാം ഉണ്ടാക്കുന്ന കരകൗശല വിദ്യയാണ് മാക്രമേ. പണ്ട് കാലത്തെ കപ്പൽ യാത്രികരാണ് മാക്രമേ എന്ന ഈ നെയ്ത്ത് വിദ്യ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. കപ്പലിലെ കത്തിയുടെ പിടിയും ഗ്ലാസ് ബോട്ടിൽ തുടങ്ങി കപ്പലിൻ്റെ വിവിധ ഭാഗങ്ങൾ വരെ മൂടാനുള്ളൊരു ആവരണമായി അവരിത്തരം തുണിത്തരങ്ങൾ ഉപയോഗിച്ചു പോന്നിരുന്നു. നമുക്കാകെ 10 കോഡ്സ് മാത്രമേ ഈ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്നുള്ളൂ. ഞാൻ അബദ്ധത്തിൽ ഒരു കോഡ് എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നു. അത് പിന്നീട് ഞാൻ എടുത്ത് മാറ്റുകയും ചെയ്തു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നോട്ടിൻ്റെ പേര് സ്ക്വയർ നോട്ട് അഥവാ റീഫ് നോട്ട് എന്നറിയപ്പെടുന്ന ഒരു നോട്ടാണ്. ഇതിനു വേണ്ടി നമ്മുടെ ഇടതുവശത്തുള്ള 4 കോഡ്സിനെ ഒരുമിച്ചെടുക്കുക. അതിൽ നിന്നും ഏറ്റവും വലതുവശത്തായിട്ടുള്ള കോഡിനെ ഒരു 4 ആകൃതിയിൽ ഇങ്ങനെ വളച്ചു പിടിക്കുക. എന്നിട്ട് അതിന് ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള കോഡിനെ നമ്മൾ ഈ വളച്ചു പിടിച്ച കോഡിന് മേലെ കൂടി എടുക്കുക. ശേഷം നടുക്കുള്ള 2 കോഡുകളുടെ താഴെ കൂടി എടുത്ത് നമ്മളിപ്പോൾ ഒരു ലൂപ്പാക്കി വെച്ച ആ ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ച് 2 കയറിൻ്റെ അറ്റങ്ങളെയും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുക. ഇതേ സംഭവം തന്നെ തിരിച്ചും ചെയ്യണം. പക്ഷേ ഇത്തവണ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത്തവണ നമ്മൾ മുകളിലൂടെ എടുക്കാൻ പോകുന്നത് ഇടത്തെ അറ്റത്തുള്ള കോഡാണ്. എന്നിട്ട് അതിന് താഴെ കൂടി നമ്മൾ കൊണ്ടുപോകുന്നത് വലത്തെ അറ്റത്തുള്ള ആ കയറിൻ്റെ കഷ്ണമാണ്. ഇനി ഇതുപോലെ 2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുക. ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടും. പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മാക്രമേ ക്രാഫ്റ്റ് വർക്കുകളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കെട്ടാണ് ഈ സ്ക്വയർ നോട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ 4 കോഡ്സിനെയും ചേർത്ത് വെച്ച് ഒരു സ്ക്വയർ നോട്ടാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റോ സ്ക്വയർ നോട്ട്സ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റോ സ്ക്വയർ നോട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും അറ്റത്തുള്ള 2 കോഡ്സിനെ ഒഴിവാക്കി തൊട്ടടുത്തുള്ള 4 കോഡ്സിനെ ചേർത്ത് വെച്ച് വീണ്ടും നമ്മളൊരു സ്ക്വയർ നോട്ട് കിട്ടുകയാണ്. ഈ സെക്കൻഡ് റോയിൽ ഇതുപോലെ ഒന്നിട വിട്ടിട്ടുള്ള 4 കോഡ്സിനെ ചേർത്ത് വെച്ചാണ് നമ്മൾ സ്ക്വയർ നോട്ട്സ് ചെയ്യാൻ പോകുന്നത്.
ഇനി തേർഡ് റോ ചെയ്യുമ്പോൾ ഏറ്റവും അറ്റത്തുള്ള 4 കോഡ്സിനെ നമ്മൾ ഒഴിവാക്കി ഈ 2 സ്ക്വയർ നോട്ടുകളുടെ ഇടയ്ക്കുള്ള ഡയമണ്ട് ഷേപ്പിന് നേരെ താഴെയുള്ള 4 കോഡ്സിനെ എടുത്തിട്ടാണ് തേർഡ് റോയിലെ സ്ക്വയർ നോട്ട്സുകൾ നമ്മൾ ചെയ്യേണ്ടത്. നാലാമത്തെ വരിയിലും ഇതുപോലെ തന്നെ 2 സ്ക്വയർ നോട്ട്സിന് ഇടയ്ക്ക് വരുന്ന ആ ഒരു ഡയമണ്ട് സ്പേസിന് നേരെ താഴെയുള്ള 4 കോഡ്സിനെ ചേർത്ത് വെച്ച് സ്ക്വയർ നോട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത്. അതിനുള്ള ഏറ്റവും അവസാനത്തെ സ്ക്വയർ നോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡയമണ്ട് സ്പേസിന് താഴെയുള്ള 4 കോഡ്സിനെ ചേർത്ത് വെച്ച് നമ്മുടെ ഫൈനൽ സ്ക്വയർ നോട്ട് കെട്ടാം. അങ്ങനെ നമ്മുടെ സ്ക്വയർ നോട്ട്സ് എല്ലാം ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ട്രയാങ്കിളിൻ്റെ 2 വശത്തുമായിട്ട് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ടാണ്. ഇടതുവശത്ത് ഏറ്റവും അറ്റത്തുള്ള കയറിനെ നമ്മൾ ആക്സിയൽ കോഡായിട്ട് കണക്കാക്കുന്നു. ശേഷമുള്ള ഓരോ കോഡിനെയും ഈ ആക്സിയൽ കോഡിന് ചുറ്റും ഒന്ന് വട്ടം കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായി ശ്രദ്ധിക്കാനുള്ളത്. അതിലൊന്ന് ആക്സിയൽ കോഡിൻ്റെ ആംഗിളും രണ്ടാമത്തേത് ആക്സിയൽ കോഡ് എപ്പോഴും തൊട്ടടുത്തുള്ള കോഡിന് മുകളിലായിരിക്കണം എന്നതുമാണ്. ഇടതുവശത്ത് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ വലതുവശത്തും ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട്സ് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ 2 വശത്തെയും ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട്സ് കഴിയുമ്പോൾ ഒരു റൗണ്ട് കൂടി 2 വശത്തും ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട്സ് തന്നെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ടിൻ്റെ രണ്ടാമത്തെ നിരയും നമ്മൾ മുഴുവനാക്കി. ഇനി ഇതിൻ്റെ ഈ അറ്റം നമുക്ക് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട്സ് ചെയ്ത് തന്നെ വേണമെങ്കിൽ അടക്കാം. അതല്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ മാലയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുത്ത് എന്തെങ്കിലും ബീഡ്സ് കയ്യിലുണ്ടെങ്കിൽ ആ ബീഡിനെ നമുക്കിവിടെ കോർത്ത് വെക്കാം. മുത്ത് അവിടെ കോർത്ത് വെച്ച ശേഷം അതവിടെ നിന്ന് ഇളകാതിരിക്കാൻ വേണ്ടി അതിന് താഴെ ഒരു കെട്ടുകൂടി ഇടുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള നമ്മുടെ ഫ്രിഞ്ചസ് റെഡിയാക്കുന്ന സ്റ്റേജാണ്. ഇതിലെ ഏറ്റവും നീളം കുറഞ്ഞ കയർ കഷ്ണത്തിൻ്റെ അതേ നീളത്തിലേക്ക് ഞാൻ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളെയും കട്ട് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ ഓരോ കയർ കഷ്ണവും സ്കെയിൽ വെച്ച് അളന്ന് മുറിക്കാം,
അതല്ലെങ്കിൽ എല്ലാ കയർ കഷ്ണത്തിൻ്റെയും അറ്റം ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഒരു കത്രിക വെച്ച് ഒറ്റയടിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് നീളം ഒരുപോലെ ആക്കിയ ഈ ഫ്രിഞ്ചസിനെ ഇതുപോലെ നിർത്തി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ പല്ലുകൾക്കിടയിലെ അകലം കുറഞ്ഞൊരു ചീർപ്പ് ഉപയോഗിച്ച് ഓരോ കയറിലെയും ഇഴകളെ തമ്മിൽ നമുക്ക് വേർതിരിക്കാം. അവസാനമായിട്ട് വെള്ള നിറത്തിലുള്ള ഒരു ഹാങ്ങിങ് പീസ് കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ലാർക്ക് ഹെഡ് നോട്ട്സിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഈ കയറിൻ്റെ അറ്റം കയറ്റി എന്നിട്ട് നമ്മൾ സാധാ കെട്ടുന്ന പോലെ ഒരു നോട്ട് ഇതിന് പുറകിലായിട്ട് കെട്ടി. കഴിയുന്നതും ഇത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇതിന് ഈ മരക്കഷ്ണത്തിന് പുറകിലായിട്ട് കെട്ടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ മാക്രമേ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരുപാട് പേർക്ക് ഇത്തരം വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയാണെങ്കിൽ വീണ്ടും ഇനിയും ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതുവരെ കണ്ടതിന് താങ്ക് യു.